ഒന്ന് ഒന്ന് രണ്ടല്ലേ, പിന്നെ ഇപ്പം എങ്ങനെ വായിക്കാം സാറ് ഇനി ഒന്നാക്കിയ കണക്കണ്ടത്തെ കണക്കല്ലേ നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് തല ഉണ്ടാക്കി. ആ സാറാ മലയാളി യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളി? സാറിന് മൊബൈൽ ഫോണിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ഫോണിൽ ഇങ്ങോട്ട് റിങ്ങാ. കുറെ ആൾക്കാർ ഇങ്ങോട്ട് വീട്ടിലും വന്ന്. ഓഹോ എന്റെ ഭഗവാനെ, ഞാന് വളരെ ക്ഷീണിതനാണ് താമോ. ആര് ഫോൺ ചെയ്താലും നേരിട്ട് വന്നാലും ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒരു ആഴ്ചത്തെ ക്ഷീണമുണ്ട്, ഈ ആഴ്ച ആയതുകൊണ്ടാവും. പിന്നെ നമ്മുടെ ആ ടാങ്ക് മുതലാളി എന്നെ അന്വേഷിച്ച് ഇവിടെ വരികയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കണ്ടോളാന്ന് പറയണം, ടൂറിലാണെന്ന് പറയണം കേട്ടോ. ടാങ്ക് മുതലാളി ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ആ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ അന്വേഷിച്ച് വരികയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കണ്ടോളാന്ന് പറയണം. ഡോക്ടർ വരുമ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പറയാം. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട്, ഈ സുഹൃത്ത് വരികയാണെങ്കിൽ ഒന്ന് മടക്കി പറയാൻ നിൽക്കണ്ട, ഞാൻ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ടാങ്ക് മുതലാളി വരുമ്പോ ഞാൻ ഇവിടെ ഒരാഴ്ച. ഡോക്ടർ ഇപ്പൊ എന്താ ആരാ? ഞാൻ തിരുവല്ലക്കാരൻ ജോർജാ. തൻ്റെ മുതലാളി സാബില്ലയോ? എനിക്ക് പുള്ളി അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ ഡോക്ടറാന്നേ, ഒപ്പം എനിക്ക് ടാങ്കിൻ്റെ ബിസിനസ്സും ഉണ്ട്. മാത്രമല്ല ഞാൻ പുള്ളിയുടെ അടുത്തൊരു സുഹൃത്തും കൂടിയാ. ടാങ്കിന്റെ ബിസിനസ് ആണോ? അതെ, ടാങ്കിന്റെ ബിസിനസ് ആണ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. പിന്നെ ഡോക്ടറാണെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് വരും. അയ്യോ, സുഹൃത്താണെങ്കിലേ ആളോടുണ്ട്. എന്നാ ഒന്ന് കണ്ടാട്ടെ.